ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടനും അമർത്തണം. ഗായ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 മാസം തികയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ കേക്ക് റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത്. ചോക്കോ ഡയറി മിൽക്ക് കേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് കേക്ക് ടൂൾസോ ഓവണോ മെഷറിംഗ് കപ്പോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിനു മുന്നേ ഞങ്ങളൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 7-8 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല പൗഡർ പോലെ പൊടിയണം. ഇനി നമുക്കൊരു 3-4 ചോക്ലേറ്റിൻ്റെ കഷ്ണങ്ങൾ എടുക്കാം. അതൊന്ന് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഗ്രേറ്റ് ചെയ്തത് ചൂടാക്കി എടുത്തേക്കണ പാലാണ്. 4 ടീസ്പൂണോളം പാലുണ്ട്. അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ആ തിളപ്പിച്ചെടുത്ത പാലിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണ ചോക്ലേറ്റ് ഒന്ന് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് പാലും കൂടി മിക്സായി നല്ല മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഗ്ലാസ് അളവാണ് ഉപയോഗിച്ചത്. ഗ്ലാസ് അളവിൽ നമ്മൾ 1 ഗ്ലാസ് മൈദ ഉപയോഗിച്ചിട്ടുണ്ട്. അതെടുക്കാം. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1/4 ടീസ്പൂണോളം കോഫി പൗഡർ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ അതിലേക്ക് യൂസ് ചെയ്തേക്കുന്നത് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അത് നമ്മളൊരു 3 പ്രാവശ്യം ഇതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഏത് ഗ്ലാസ്സാണ് ഉപയോഗിച്ചത് ആ ഗ്ലാസ്സിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 3/4 ഗ്ലാസോളം സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇനി നമുക്ക് നല്ലൊരു മിക്സിയുടെ ജാറിലേക്ക്, അതായത് വെള്ളമൊന്നും ഇല്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് പതപ്പിച്ച് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തേക്കണേ. അതും നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് നമ്മൾ 3 ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്ത് അടിക്കാനായിട്ട് നോക്കാം, അല്ലെങ്കിൽ കട്ട വരും. ഇപ്പോൾ നമ്മൾ 2ാമത്തെ ട്രിപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 3ാമത്തത് വിട്ട് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ കേക്കിൻ്റെ അളവ്, അതായത് എന്തോരം മൈദ എടുത്ത് ആ ഗ്ലാസ്സിൽ തന്നെയാണ് സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. അതൊഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. 3/4 ഗ്ലാസോളം സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തത്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്ക് നമ്മൾ അടിച്ച് വെച്ചേക്കണ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കണ മൈദ അത് നമുക്ക് കുറച്ചായിട്ട് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്യാം. 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാനായിട്ട് നോക്കാം. കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ബീറ്റർ വെച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് പതിയെ, ശരിക്കും കൈവച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമുക്ക് 3ാമത്തെ ഇതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രൗൺ ഫുഡ് കളറാണ്. അത് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചേക്കണ ചോക്ലേറ്റ്, അതായത് ഡയറി മിൽക്ക്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. 1 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം നമ്മൾ കേക്കിൻ്റെ ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു റിബൺ ടൈപ്പ് പരുവത്തിലുള്ള ബാറ്റർ ആയിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് ബബിൾസൊക്കെ കളഞ്ഞെടുക്കാം. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മൾ മിനിമം ടാപ്പ് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പം നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ച് നല്ല കട്ടിയുള്ള എന്തെങ്കിലും മുകളിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 30-40 മിനിറ്റ് വേണ്ടി വരും കേക്ക് ബേക്ക് ചെയ്ത് വരാനായിട്ട്. നമുക്കൊരു 20 മിനിറ്റ് 30 മിനിറ്റ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കേക്ക് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. അപ്പോൾ കേക്കൊക്കെ വെന്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് പതിയെ എടുക്കാം.
ഇനി നമുക്ക് കേക്കിലെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. പതിയെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ പതിയെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ നമ്മൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ ഭയങ്കര സോഫ്റ്റാണ്, പഞ്ഞു പോലെ ഇരിക്കുന്നത്. ഇനി നമുക്ക് കേക്കൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. പതിയെ കട്ട് ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് ഒന്നെങ്കിൽ കത്തി വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നൂല് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് നൂല് വെച്ചാൽ കട്ട് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ കത്തി വെച്ചൊന്ന് സൈഡിലൊന്ന് വട്ടത്തിലൊന്ന് വരഞ്ഞ് കൊടുക്കുക. എന്നിട്ട് വേണം ഒരു നൂല് ഉപയോഗിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പതിയെ കട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ 1ാമത്തെ ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2ാമത്തെ ലെയറും നൂല് വെച്ച് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് കേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അപ്പം നമ്മൾ 2ാമത്തെ ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ 3 ലെയറും കട്ട് ചെയ്തു. ഇനി നമ്മൾ പഞ്ചസാര സിറപ്പാണ് ഉണ്ടാക്കിയേക്കുന്നത്. പഞ്ചസാര സിറപ്പ് നമ്മളൊരു 4-5 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് വെള്ളത്തിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് വേണം നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. 3 കേക്കിൻ്റെ ലെയറിലേക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഷുഗർ സിറപ്പ് അതിലേക്ക് പിടിക്കണം. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തേക്കണേ. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് അതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പൂൺ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് ക്രീം തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 2ാമത്തെ ലെയറും സെറ്റാക്കി എടുക്കാം. 2ാമത്തെ ലെയർ വെക്കാം, ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം തേച്ച് സെറ്റാക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് ലെയറും വെക്കാം, ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ക്രീമും തേച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 3 ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ബീറ്റ് ചെയ്തെടുത്ത് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീട്ടിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞങ്ങൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും മേലടി മിഠായി ഗ്രേറ്റ് ചെയ്തൊക്കെയാണ് ചേർത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് നിങ്ങളുടെ കേക്ക് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്താം.